ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നാളെ 2026 ജൂലൈ മാസം 17 വെള്ളിയാഴ്ച, കർക്കിടക മാസം 1-ാം തീയതിയാണ്. അതുമാത്രമല്ല, മുപ്പട്ട് വെള്ളി കൂടിയാണ്. മറ്റൊരു പ്രത്യേകതയുള്ളത്, ചതുർത്ഥി തിഥി അന്നുണ്ട്. അതായത് നാളെ ജൂലൈ 17-ാം തീയതി രാവിലെ 6:28 ചതുർത്ഥി തിഥി ആരംഭിക്കുന്നത്. 18-ാം തീയതി വെളുപ്പിനെ 4:42 അവസാനിക്കുകയും ചെയ്യും. വലിയ പ്രത്യേകതയാണ് നാളത്തെ ദിവസം. അതായത് കർക്കിടകം 1 മലയാളികളെ സംബന്ധിച്ചിടത്തോളം പുണ്യമാസമാണ്. പുണ്യമാസം ആരംഭിക്കുന്നു. മുപ്പട്ട് വെള്ളി, മഹാലക്ഷ്മി ഭജനത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ദക്ഷിണായനം തുടങ്ങുന്ന ദിവസം. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം ചതുർത്ഥി. ഇങ്ങനെ വലിയ പ്രത്യേകതകളുള്ള ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം എല്ലാവരും ദേവീ ഭജനത്തിന് വേണ്ടിയിട്ട്, ഭഗവാനെ ഭജിക്കുന്നതിന് വേണ്ടിയിട്ട്, നാമം ജപിക്കുന്നതിന് വേണ്ടിയിട്ട്, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ആ ദിവസം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. എല്ലാ മനുഷ്യരും നിർബന്ധമായും കർക്കിടകം മാസം മുഴുവനും എല്ലാവരും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. സൂര്യഭഗവാനെ അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. നിങ്ങളുടെ ബുദ്ധി തെളിയും. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിക്കും. ഒരു നിഷ്ഠ പോലെ അതങ്ങനെ പിന്തുടരുക. അതുപോലെ നാളത്തെ ദിവസം മഹാലക്ഷ്മിയെ ഭജിക്കുക. സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിച്ചു വെച്ച് ഓം ശ്രീയേ നമ എന്ന മന്ത്രം 108 തവണ എല്ലാവരും തന്നെ ജപിക്കണം. സന്ധ്യയ്ക്ക് നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിയിക്കാൻ സാധിക്കുന്നെങ്കിൽ ശ്രേഷ്ഠം. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക. 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് ഓം ശ്രീയേ നമ എന്ന് 108 തവണ ഏറ്റവും കുറഞ്ഞത് ജപിക്കണം. 1008 തവണയൊക്കെ ജപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങേറ്റം ഐശ്വര്യപ്രദമാണ് അങ്ങനെ ജപിക്കുന്നത്. രാമനാമം ജപിക്കുക. ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുക. ചതുർത്ഥി ദിവസമായതുകൊണ്ട് തന്നെ നാളെ ക്ഷേത്ര ദർശനം ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാന് കറുകമാല സമർപ്പിക്കുക. കറുകപ്പുല്ല് സമർപ്പിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഗണപതി ഭഗവാന് പ്രാധാന്യം കൊടുത്തുകൂടി നാളെ പ്രാർത്ഥിക്കണം. മഹാലക്ഷ്മിയെ നിർബന്ധമായും സന്ധ്യാസമയത്ത് പ്രാർത്ഥിക്കണം. രാമനാമം ജപിക്കണം. ശുദ്ധാഹാരം ഇനി 1 മാസം കഴിയുമെങ്കിൽ ശീലിക്കണം. കാരണം നമുക്ക് മാത്രമാണ് അതൊന്നും സാധിക്കാത്തത് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഹിന്ദുമത വിശ്വാസികൾ കൂടുതലും അവരുടെ ഒരു നിഷ്ഠ എന്ന് പറയുന്നത് സസ്യാഹാരമാണ്. പക്ഷേ ഇന്നത്തെ ആ ഒരു കലികാലത്തിന്റെ ആ പ്രഭാവത്തിൽ പലരും കൂടുതലായി മാംസഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷേ മാംസഭക്ഷണം കഴിക്കുവാൻ വിധിയുള്ള ആളുകൾ, അതായത് മറ്റു മതസ്ഥര്, അവർക്ക് അവരുടെ പള്ളികളിലൊക്കെ മാംസഭക്ഷണം വിളമ്പുന്നുണ്ട്. അവർക്കതിന് തെറ്റില്ല. കാരണം അവരുടെ മതം അത് അവരെ അനുവദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള അവര് പോലും അവരുടെ വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യമായി അവർ പാലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ മാത്രമാണ് ഇതൊന്നും ചെയ്യാത്തത്. കാരണം നമ്മളോട് ആരും ഇത് ചെയ്യണമെന്ന് നിർബന്ധപൂർവം പറയുന്നില്ല. അത് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിലക്കുകളും നമുക്കുണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പക്ഷേ
ആരും നിർബന്ധിക്കാതെ, ആരും പറയാതെ നിങ്ങളായി അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഇനിയുള്ള ഒരു മാസം ഹിന്ദുക്കളുടെ പുണ്യമാസമായി കരുതി, എനിക്ക് കർക്കിടക മാസ വ്രതമുണ്ട്, കർക്കിടക മാസം ഒരു മാസം ഞാൻ വ്രതത്തിലാണ് എന്ന് ധൈര്യത്തോടു കൂടി മറ്റുള്ള ആളുകളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അല്ലാതെ പാത്തും പതുങ്ങിയും അമ്പലത്തിൽ പോവുകയോ നാമം ജപിക്കുന്നത് പാത്തും പതുങ്ങി ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടുന്ന യാതൊരു ആവശ്യവും നമുക്കില്ല. ഞങ്ങൾക്ക് പുണ്യമാസമാണ്, ഒരു മാസം ഞങ്ങൾ വ്രതത്തിലാണ്, കർക്കിടക വ്രതത്തിലാണ് എന്ന് പറയാനുള്ള ഒരു ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആവശ്യമില്ലാത്ത ആഹാരങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൊതി നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. അങ്ങനെയൊക്കെ നിയന്ത്രിക്കുമ്പോൾ നമുക്കൊരു ആത്മനിയന്ത്രണം ഉണ്ടാകുന്നു. അതൊക്കെ പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ഗുണകരമായി ഭവിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരും പറയാതെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ശുദ്ധാഹാരം ശീലിക്കുക. നാളത്തെ ദിവസം ആ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നാളെ മുതൽ മാധവത്തിന്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഒരു മാസം കൊണ്ട് രാമായണം കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞ് തീർക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.